വി ഡി സതീശന്റെ എതിർപ്പ് അത് പല ഘട്ടങ്ങളിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തുറന്നു പറഞ്ഞതാണ്. ആ എതിർപ്പെല്ലാം മറികടന്നുകൊണ്ട് വി ഡി സതീശന്റെ വാക്കിന് പുല്ലുവില നൽകിക്കൊണ്ടാണ് ഇന്ന് പാലക്കാട് MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തിയത്. അതോടെ കോൺഗ്രസിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? ആരുടെ വാക്കാണ് കോൺഗ്രസ് നേതാക്കൾ കേൾക്കുന്നത്? രാഷ്ട്രീയ സംഘർഷത്തിലേക്ക്, രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് പാർട്ടി പോവുകയാണോ? പ്രതിപക്ഷത്തിൽ ഒരു വിഭാഗം രാഹുലിനൊപ്പം നിൽക്കുകയാണോ? രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകാനുള്ള രാഹുലിന്റെ നീക്കമാണോ ഈ നിയമസഭാ സമ്മേളനം? ശനിയാഴ്ച രാഹുൽ പാലക്കാട്ടേക്ക് പോകുമെന്ന് കേൾക്കുകയാണ്. അമൽ തേനമ്പറമ്പിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അമൽ, വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. വന്നു എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു പക്ഷേ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ഈ സഭയിലേക്ക് വരാൻ അല്ലെങ്കിൽ തിരിച്ചു വരാൻ ഏറ്റവും നല്ല ദിവസമാണ് ഇന്ന് ചരമോപചാരം മാത്രമേ ഉള്ളൂ. മറ്റൊരു രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഇന്ന് സാധ്യതയില്ല. അതുകൊണ്ടാണോ ഈ ദിവസം തന്നെ രാഹുൽ തെരഞ്ഞെടുത്തത്? രാഹുലിനെതിരെ ആരോപണമുയർന്ന ശേഷം രാഹുലിനെ നമ്മൾ കണ്ടത് രണ്ട് ദിവസം മാത്രമാണ്. ആദ്യ ദിവസം കണ്ടു, അതിനുശേഷം പിന്നീട് രാഹുൽ ഒരു ഓഡിയോ സന്ദേശവുമൊക്കെയായി എത്തി. അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു പ്രതിരോധം തീർക്കാനൊരു ശ്രമം നടത്തി. അത് അവന്തികയുടെ ഒരു ഓഡിയോ സംഭാഷണമായിരുന്നു മാധ്യമപ്രവർത്തകനുമായുള്ള. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് രാഹുലിനെ കണ്ടിട്ടേയില്ല. ആരോപണങ്ങൾ ഗുരുതരമാകുമ്പോഴും തെളിവുകളും അതോടൊപ്പം തന്നെ ഈ സ്ക്രീൻഷോട്ടുകളും എല്ലാം നിരന്തരമായി പുറത്തേക്ക് വരുമ്പോഴും വെളിപ്പെടുത്തലുകൾ തുടർച്ചയായി ഉണ്ടാകുമ്പോഴും ഒന്നും രാഹുലിനെ കണ്ടിരുന്നില്ല. രാഹുൽ വീട്ടിൽ തന്നെ കൂടിയിരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ കേട്ട രാഹുലിൻ്റെ ഒരു ഓഡിയോ എന്ന് പറയുന്നത് രാഹുൽ ഈശ്വറുമായുള്ള സംഭാഷണമായിരുന്നു. ആകെ അവസ്ഥാവസ്ഥയിലാണ് എന്നുള്ള തരത്തിൽ, ഡിപ്രഷൻ സ്റ്റേജിലാണ് എന്നുള്ള തരത്തിൽ രാഹുൽ ഈശ്വറുമായി സംസാരിക്കുന്ന ഒരു ഓഡിയോ മാത്രമാണ് പിന്നീട് കേട്ടത്. അല്ലാതെ രാഹുലിനെ നമ്മൾ എവിടെയും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ ചില പൊതുവിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ഇടുന്നതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലൊരു പരസ്യ പ്രതികരണത്തിന് പുറത്തേക്ക് ഇറങ്ങാൻ രാഹുൽ തയ്യാറായിരുന്നില്ല, സജീവമാകാൻ തയ്യാറായിരുന്നില്ല. പാലക്കാട് പരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുൽ പോകുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് രാഹുൽ എത്തുകയായിരുന്നു. പക്ഷേ സഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കട്ടെ എന്ന് രാഹുലിനൊപ്പമുള്ള ഒരു വിഭാഗം നേതാക്കൾ തീരുമാനിച്ചു. തൻ്റെ ഏറ്റവും വിശ്വസ്തനായ തിരുവനന്തപുരത്തെ നേതാക്കന്മാർക്കൊപ്പം സുധീർ ഷാപ്പാലോടക്കം നേമം ഷജീർ അടക്കമുള്ളവർക്കൊപ്പമാണ് രാഹുൽ സഭയിലേക്ക് എത്തിയത്. സഭാ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ അനുശോചന പ്രസംഗങ്ങൾ തുടങ്ങിയ സമയമാണ് രാഹുൽ സഭയിലേക്ക് എത്തുന്നത്. സഭയിലേക്ക് എത്താൻ അല്ലെങ്കിൽ സജീവമാകാനുള്ള ഏറ്റവും നല്ല അവസരം എന്നുള്ള നിലയ്ക്ക് രാഹുൽ ഇതിനെ കാണുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, എൻ്റെ പിന്നിൽ ഈ കാണുന്ന സഭയ്ക്ക് മുന്നിൽ സാധാരണ നിലയിൽ ഉണ്ടാകുന്ന പോലീസുകാർ എന്നതിനപ്പുറത്തേക്ക് അധികം പോലീസുകാരൊന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരുക്കുന്ന സുരക്ഷ മാത്രമാണ് ഉണ്ടായിരുന്നത്. കുറേ മാധ്യമപ്രവർത്തകരും ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് ആരും ഉണ്ടായിരുന്നില്ല. അല്ലാതെ രാഹുൽ കേരളത്തിൻ്റെ ഏത് പൊതുവേദിയിൽ പോയി ഇറങ്ങിയാലും ഉണ്ടാകാൻ പോകുന്ന സ്ഥിതി ഇതല്ല. വലിയ പ്രതിഷേധം രാഹുൽ നേരിടേണ്ടി വരും. പ്രതിഷേധമെന്ന് മാത്രമല്ല, അത് ഏത് തരത്തിലാകും ആ പ്രതിഷേധമെന്ന് പോലും നമുക്ക് നിലവിൽ വിലയിരുത്താൻ കഴിയില്ല. ഷാഫി പറമ്പിൽ എതിരെ ഉണ്ടായ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഷാഫിക്കെതിരെ ആ പ്രതിഷേധമാണ് എങ്കിൽ രാഹുലിനെതിരെ അതിൻ്റെ ഇരട്ടി പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അതിനാൽ തന്നെ രാഹുലിന് വന്നിറങ്ങാൻ പറ്റിയ ഏറ്റവും ഒരു സുരക്ഷിതമായ സ്ഥലം എന്നുള്ള നിലയ്ക്ക് സഭയെ കാണുകയായിരുന്നു. ഇനിയിപ്പോൾ രാഹുൽ വി ഡി സതീശന്റെ പ്രതിഷേധമൊക്കെ നിൽക്കുമ്പോൾ പോലും മടങ്ങി വരാം.